ജോസഫ് മർഫി എഴുതിയ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിദ്യകൾ എന്ന പുസ്തകത്തിന്റെ ചില പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ജോസഫ് മർഫി തന്റെ ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പോസിറ്റീവ്, ജീവൻ വർദ്ധിപ്പിക്കുന്ന ചിന്തകളും വിശ്വാസങ്ങളും കൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യാനും ശക്തിപ്പെടുത്താനും നിരവധി പ്രായോഗിക സാങ്കേതിക വിദ്യകൾ നൽകുന്നു. എന്നാൽ പുസ്തകത്തിലേക്ക് പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതും സങ്കൽപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും, അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊന്നും ആകാനും ചെയ്യാനും നേടാനും നിങ്ങൾക്ക് അത്ഭുതകരമായ കഴിവ് ഉണ്ട്. പക്ഷേ ദുർഭാഗ്യവശാൽ വളരെ കുറച്ചാളുകൾ മാത്രമേ അവരുടെ പൂർണ്ണമായ ശേഷി ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നുള്ളൂ. കാരണം ഭൂരിഭാഗം ആളുകളും അവരുടെ ഉപബോധ മനസ്സിന്റെ അനന്തമായ ശക്തി അഥവാ അവരുടെ ഉള്ളിലെയും ചുറ്റുമുള്ള ദിവ്യത്വം തിരിച്ചറിയാതെ പോകുന്നു. വിജയത്തിന്റെ രഹസ്യം യഥാർത്ഥത്തിൽ ഒരു രഹസ്യമല്ല. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ പ്രായോഗികമാക്കിയതാണ്. ചരിത്രത്തിലെ എല്ലാ മഹത്തായ വ്യക്തികളും അവരുടെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യത്തെ മാത്രം അംഗീകരിച്ചവരല്ല. അവർ ഒരു പുതിയ യാഥാർത്ഥ്യം സങ്കൽപ്പിക്കുകയും അതിൽ ആഴത്തിൽ വിശ്വസിക്കുകയും ചെയ്തവരാണ്. അതാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത്. ഈ പുസ്തകം നിങ്ങളെ അതേ വഴിയിലേക്ക് നയിക്കും. ആഗ്രഹം, സങ്കൽപ്പശക്തി, വിശ്വാസം ഇവയുടെ സഹായത്തോടെ നിങ്ങളുടെ സ്വന്തം പുതിയ യാഥാർത്ഥ്യം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നിങ്ങൾ കണ്ടെത്തും. ഈ പുസ്തകത്തിൽ 4 ഭാഗങ്ങളുണ്ട്. 1. ദൃഢപ്രതിജ്ഞയുടെ അടിസ്ഥാനങ്ങൾ. നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ ഉപബോധ മനസ്സിൽ നടാമെന്ന് ഇവിടെ നിങ്ങൾ പഠിക്കും. അപ്പോൾ അത്ഭുതകരമായി നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമായി മാറിത്തുടങ്ങും, പലപ്പോഴും വലിയ ശ്രമമില്ലാതെയും. 2. ആഴ്ചതോറുമുള്ള സ്ഥിരീകരണങ്ങൾ. 52 ആഴ്ചകളിലായി രൂപകൽപ്പന ചെയ്ത ഈ സ്ഥിരീകരണങ്ങൾ നിങ്ങളുടെ ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ, വിവാഹം, കരിയർ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നിങ്ങളെ നയിക്കും. ഓരോ സ്ഥിരീകരണത്തിനും അതിനൊപ്പമുള്ള യഥാർത്ഥ ജീവിത വ്യാഖ്യാനങ്ങൾ നിങ്ങളെ പുതിയ യാഥാർത്ഥ്യത്തെ കൂടുതൽ വ്യക്തമായി സങ്കൽപ്പിക്കാൻ സഹായിക്കും. 3. ഉപബോധ മനസ്സിൽ ചിന്തകൾ നടുന്നതിനുള്ള അധിക സാങ്കേതിക വിദ്യകൾ. നിങ്ങളുടെ ദർശനം സ്ഫടികമാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ വ്യക്തമായി സങ്കൽപ്പിക്കാനുമുള്ള കൂടുതൽ മാർഗങ്ങൾ ഇവിടെ ലഭിക്കും. നിങ്ങളുടെ ദർശനം എത്ര വ്യക്തവും ആഴവുമാണോ അത്ര വേഗത്തിൽ അത് യാഥാർത്ഥ്യമാകും. 4. നിങ്ങളുടെ ഉള്ളിലെ അനന്തശക്തിയെ അൺലോക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ വായിക്കുന്നതാണ് യഥാർത്ഥ സംഭവങ്ങൾ. സ്വയം സുഖം പെട്ടവർ, പ്രശ്നങ്ങൾ പരിഹരിച്ചവർ, ബന്ധങ്ങൾ പുനർനിർമ്മിച്ചവർ, വിജയവും സമ്പത്തും ആകർഷിച്ചവർ. ഇതുപോലെ മാനസിക ടെലിപ്പതി, അനുഭവാതീത ദർശനം, മുൻകരുതൽ ബോധം തുടങ്ങിയ അത്ഭുതങ്ങളിലേക്കും ഉപബോധ മനസ്സിന്റെ പങ്ക് എത്ര വലുതാണെന്ന് ഈ ഭാഗം വെളിവാക്കുന്നു. ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിനുള്ള ഒരു വഴികാട്ടിയാണ്. സന്തോഷകരമായതും സമ്പത്തികരവുമായതും കൂടുതൽ അർത്ഥവത്തമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടി. ഇവിടെ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുക. അപ്പോൾ നിങ്ങൾ ഇനി സാഹചര്യങ്ങളുടെ ഇരയല്ല, നിങ്ങളുടെ വിധിയുടെ യഥാർത്ഥ സൃഷ്ടാവായി ഉയരും. നിങ്ങളുടെ മനസ്സിന്റെ അതുല്യ ശക്തിയും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനന്തമായ വിഭവങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും സങ്കൽപ്പിക്കുന്നതും യാഥാർത്ഥ്യമാക്കാം. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി തിരിച്ചറിയൂ. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ രൂപശില്പി. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരാൾ എപ്പോഴും സന്തോഷവാനായിരിക്കുമ്പോൾ മറ്റൊരാൾ എപ്പോഴും ദുഃഖത്തിലായിരിക്കുന്നു? എന്തുകൊണ്ട്? ഒരാൾ സമ്പന്നനായി വളരുമ്പോൾ മറ്റൊരാൾ ദാരിദ്ര്യത്തോട് പോരാടുന്നത് എന്തുകൊണ്ട്? ഒരാൾക്ക് ആത്മവിശ്വാസം നിറഞ്ഞ ജീവിതം, മറ്റൊരാൾ ഭയത്തിലും ഉത്കണ്ഠയിലും കുടുങ്ങിയിരിക്കുന്നു എന്തുകൊണ്ട്? ഒരാൾക്ക് മനോഹരമായൊരു വീട്, സുഖസൗകര്യങ്ങൾ, മറ്റൊരാൾക്ക് ജീവിക്കാൻ പോലും പാടുപെടേണ്ടി വരുന്നു എന്തുകൊണ്ട്? ഒരാൾ വലിയ വിജയം കൈവരിക്കുമ്പോൾ മറ്റൊരാൾ പരാജയങ്ങളിൽ കുടുങ്ങുന്നത് എന്തുകൊണ്ട്? ഒരാൾ തന്റെ മേഖലയിൽ പ്രതിഭയായി ഉയരുമ്പോൾ മറ്റൊരാൾ ജീവിതം മുഴുവൻ പരിശ്രമിച്ചിട്ടും ശ്രദ്ധേയനാകാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഉത്തരമിതാണ്: നമ്മുടെ ബോധമനസ്സും ഉപബോധമനസ്സും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ്. നമ്മുടെ ബോധമനസ്സിലൂടെ നാം ചിന്തിക്കുന്നു, തീരുമാനിക്കുന്നു, വിലയിരുത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് ഉപബോധമനസ്സ് മുഖേനയാണ്. നിങ്ങളുടെ ഉപബോധമനസ്സ് നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു.
നന്നതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനൊന്നും വ്യത്യാസമില്ല. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം എനിക്ക് കഴിയില്ല, എനിക്ക് ഭാഗ്യമില്ല എന്ന് ചിന്തിച്ചാൽ അത് തന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. പക്ഷേ ഞാൻ ചെയ്യാം, എനിക്ക് സാധിക്കും, എനിക്ക് ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എല്ലാം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധമനസ്സ് അതിനായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഉപബോധമനസ്സ് സ്വീകരിച്ച ഒരാശയം ഉടൻ തന്നെ പ്രവർത്തനത്തിലാക്കും. അതിന് അതിരുകളില്ല, കാലപരിധിയുമില്ല. അത് നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ ശക്തിയെയും ജ്ഞാനത്തെയും ഉപയോഗിക്കുന്നു. പലപ്പോഴും അതിന്റെ ഫലം ഉടൻ ലഭിക്കാം, അല്ലെങ്കിൽ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കാം. പക്ഷേ അത് ഉറപ്പായും പ്രവർത്തിക്കും. നിങ്ങളുടെ ബോധമനസ്സ് ഉത്തരവിടുന്നു, നിങ്ങളുടെ ഉപബോധമനസ്സ് അതിന് വഴികൾ കണ്ടെത്തുന്നു. അതുകൊണ്ട് ഓർക്കുക, നിങ്ങൾ സ്ഥിരമായി ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും തന്നെയാണ് നിങ്ങളാകുന്നത്. സന്തോഷം, ആരോഗ്യം, സമ്പത്ത്, മനഃശാന്തി ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു. അത് ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റുക. നിങ്ങളുടെ ഉപബോധമനസ്സിനെ നിങ്ങളുടെ കൂട്ടാളിയാക്കുക. അപ്പോൾ ജീവിതം തന്നെ മാറിത്തുടങ്ങും. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ മനസ്സിലാക്കുക, കാരണം അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത്.